അവരൊക്കെ ടാറ്റൊക്കെ പിടിക്കും. ചേട്ടാ ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളപ്പോൾ ഒരു 3 ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ കോട്ടാറിലേക്ക്. അപ്പോൾ നമ്മൾ 7:10 നമ്മുടെ ട്രെയിൻ. നമ്മളപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്താണ്. നമ്മുടെ കമ്പാർട്ട്മെന്റ് S3 ആണ്. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഓർക്കണ്ട, എല്ലാരും ഉറങ്ങണ വീഡിയോ പിടിച്ച് കുറേ യൂട്യൂബിലൊക്കെ അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുട്ടയും ചപ്പാത്തി എടുത്ത് വെക്കുന്ന മതിയൊരു ഞങ്ങളപ്പോൾ നാഗർകോവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. 2:55 ഇനിയിപ്പോൾ നമ്മൾ റൂം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടിന് നടക്കണം, കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആരും അത്ര ടയേർഡൊന്നും ആയില്ല കേട്ടോ. രാവിലെ ഇറങ്ങിയതല്ലേ, അത് സൂപ്പറായിരുന്നു. ഇന്ന് എനിക്ക് അത്ര ടയർഡ്നെസ് ഒന്നും തോന്നിയില്ല കേട്ടോ. റോണി, ടൂറിന്റെ എക്സ്പെക്ടേഷൻ എന്താ റോണി? ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരണമല്ലോ. അപ്പം ആദ്യമൊക്കെ വരുമ്പോഴേക്കും എപ്പോഴും വരും നമ്മൾ നടന്നിട്ടാണ് നമ്മൾ അവിടെ വരെ പോകാറുള്ളത്. കൂടുതൽ നടക്കാനുണ്ട്, എല്ലാവരും നമ്മൾ നടന്ന് തന്നെ പോകാറില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നടക്കുന്നത്, ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നധികം തിരക്കില്ല ഇപ്പോൾ, എന്നാലും നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ടയേർഡ് ആവാൻ തുടങ്ങി. അത്യാവശ്യം തിരക്കുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ പോണ വഴിക്കൊക്കെ കടകളൊക്കെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ നാളൊക്കെ വരുമ്പോഴായിരിക്കും അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇത്രയും ശൂന്യമായ റോഡ് നമുക്ക് ഇനി ഈ വഴി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നല്ല ക്രൗഡഡ് ആയിരിക്കും, ജാമും തിരക്കും ബ്ലോക്കൊക്കെ ആയിട്ട് നമ്മൾ ആകെ ഒരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു ടൈമായിരിക്കും കേട്ടോ നമ്മൾ ഇനി വരുന്ന ടൈമിൽ. അപ്പം ഈ ടൈമിൽ മാത്രമേ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ATM മെഡിക്കൽ ഷോപ്പൊക്കെ നമ്മുടെ അടുത്തൊക്കെ തന്നെ കിട്ടും. നമ്മൾ റൂം എടുത്തിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ അവിടെ തന്നെ നമ്മൾ എടുക്കണത് കേട്ടോ. ചെറിയൊരു മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. മഴ വരാനൊരു ചാൻസ് ഇല്ലാതില്ല. ഇത് ഇവിടുത്തെ ഒരു സീസണൽ ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ നല്ല എന്താ പറയുക, ഹോട്ടലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ. കുറേ ഹോട്ടലുണ്ട് അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. ഇതൊരു ഹോട്ടലാണ്, പിന്നെ അതെ
കുറേ ഉണ്ട് കേട്ടോ, അടുത്തടുത്ത് തന്നെയായിട്ട് കുറേ ഹോട്ടൽസ് ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ. ഇതിനിപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം. ഇതെന്താ കറണ്ട് ഇല്ലേ? നമ്മളപ്പോൾ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് 3rd ഫ്ലോറാണ് കിട്ടിയത്. അതൊക്കെ എക്സസൈസും കൂടി ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ നിന്ന് വരുമ്പോഴേക്കും ഒരു ടേബിള്, പിന്നെ ഒരു വാഷ് ബേസിൻ വിത്ത് ഒരു മിറർ, കുഞ്ഞു മിറർ, പിന്നെ ബാത്റൂം. ഞാൻ പറഞ്ഞില്ലേ വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നല്ലൊരു എന്താ പറയുക നടക്കാനുള്ളൊരു ഏരിയ ആണ്. ഗ്ലാസ് ഡോറാണ് കേട്ടോ, തുറക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. തുറക്കാം, തുറന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നല്ല മുകളിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള. നമുക്കൊന്ന് ഫ്രഷായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫ്രഷപ്പായി. ഇനിയിപ്പോൾ നമ്മുടെ റോണിയുടെയൊക്കെ മുറി താഴ്ത്താണ്. നമുക്ക് അങ്ങോട്ട് പോയി വന്നവരെ നോക്കണം കേട്ടോ. അപ്പം ഞാനും അതിലും കൂടി അങ്ങോട്ട് പോണേ കേട്ടോ. ഏതാ റൂമെന്ന് അറിയില്ലേ, നമുക്ക് അവിടെ ചെന്നിട്ട് വിളിച്ചു നോക്കാം. നിങ്ങളൊന്നും ചെയ്തില്ലേ? ചെറിയൊരു മഴ പെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഇതിലൊക്കെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് അല്ലാലും എനിക്കിഷ്ടമായി. ആ പൊടിയൊക്കെ അങ്ങോട്ട് പോയി. ഞങ്ങൾ വൈകിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ടാവും. അപ്പം ഞാനും എല്ലാം റെഡി ആയി കഴിഞ്ഞു, അമ്മച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, പപ്പ റെഡി ആയി കഴിഞ്ഞ് പപ്പ നേരത്തെ റെഡി ആയിക്കണേ. അവരെല്ലാവരും താഴത്ത് റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോകുള്ളൂ. 10 മണിക്കാണ് പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകുള്ളൂ കേട്ടോ. നമ്മൾ വരുമ്പോൾ നല്ല ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരിട്ട് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി പോകാം. റോഡൊക്കെ കണ്ടോ, ഫുള്ള് അലമ്പായി കിടക്കണേ കേട്ടോ. നമ്മ പോയ വഴിയേ ഇല്ല ഇപ്പം. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകം എന്ന് അറിയാമോ, ഇവിടെ വന്ന് കഴിയുമ്പോൾ മൊത്തം പരിചയക്കാരായിരിക്കും. ഞാനിവിടെ വരുമ്പോഴേക്കും ഞാൻ കഴിക്കുന്ന നമ്മ മാത്രമേ ഉള്ളൂ, നമുക്ക് നല്ല ഇതായിട്ട് നടക്കാവുന്ന കേട്ടോ. പക്ഷെ ഫുള്ള് നമ്മുടെ കുമ്പളങ്ങിലുള്ള ആൾക്കാരും കടക്കോച്ചിന്നും അവരൊക്കെ ആരെങ്കിലും ഒരു ഗ്യാങ്ങായിട്ട് കാണാറുണ്ട് കേട്ടോ. ഇന്ന് തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അവിടെ കുറേ പേരുണ്ടായിരുന്നു.
ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ് ഇത്. ഇവിടെ ഇപ്പോൾ നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ കാണാൻ പറ്റുന്നില്ലേ? ഇത് നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് നമ്മൾ പൂവ് എറിയില്ല, അതിന് പേര് ഇവിടെ ഉപ്പാണ് എറിയുന്നത് കേട്ടോ. പ്രദക്ഷിണ തുടങ്ങിയിട്ടില്ല, പ്രദക്ഷിണ തുടങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ. നല്ല തിരക്കാണ്. ഇന്നാണ് എല്ലാവരും പൊക്കത്തി എറിയിക്കുന്നുണ്ട്. கேடி விளைவிப்பார் யார் உண்டு? അപ്പോൾ പള്ളിയിലത്തെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ. പ്രദക്ഷിണയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഉപ്പാണ് ഇവിടെ എറിയുന്നതെന്ന്. നമ്മളിത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്നത്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടോ. പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയാമോ? നമ്മളിപ്പോൾ പോയപ്പോഴേക്കും റോഡ് ഫുൾ അഴുക്കായിട്ട് കിടക്കണമായിരുന്നു, മൊത്തം ചപ്പും ചവറൊക്കെയിട്ട്. പക്ഷേ ഇപ്പോൾ കണ്ടോ അവരെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓരോ സ്ഥലത്ത് അവർ അടിച്ചുകൊണ്ടിരിക്കണേ, ഓരോരുത്തരുടെ കടയുടെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അവർ പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ നെക്സ്റ്റ് കാണാം.